ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ പ്രകാശൻ നെഞ്ചു നീറുന്ന വാക്കുകൾ കിരണിനോടും CS-നോടും രൂപയോടും പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഒരബദ്ധം വരാൻ ഞാൻ സമ്മതിക്കില്ല സാറേ. ഈ പ്രകാശൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും ഒന്നും ഒരു പോറൽ പോലും ഏൽക്കാൻ ഈ പ്രകാശം സമ്മതിക്കില്ല സാറേ. ഈ പ്രകാശനെ അത്രയ്ക്ക് ഇഷ്ടമാണ് കല്യാണി മോളെ എന്നും പറയുക. അത് കേട്ടതും CS-ഉം രൂപയൊക്കെ പ്രകാശനെ ഒന്ന് നോക്കി. എന്താ സാറേ നോക്കുന്നേ? ഈ പ്രകാശം പറയുന്നതൊക്കെ സത്യമാണോ എന്നറിയാനാണോ നോക്കുന്നേ? പ്രകാശം പറയുന്നത് സത്യം സാറേ. പ്രകാശനെ പോവുക. എങ്ങോട്ടാടോ പോകുന്നേ എന്നും CS ചോദിക്കുക. വേറെ എങ്ങോട്ട് സാറേ? പതിവ് പോലെ ഏതെങ്കിലും കടത്തിണ്ണ തേടണം. ഏതെങ്കിലും കടത്തിണ്ണെ പോയി കിടന്നാൽ അത്രയ്ക്ക് സമാധാനം. പിന്നെ ഉറങ്ങുമൊന്നുമില്ല സാറേ. അവിടെ മിണ്ടിയും പറഞ്ഞു ഇരിക്കാനും ഞാൻ കഴിക്കുന്നതിൻ്റെ പകുതി പറ്റാനും ആൾക്കാരിഷ്ടം പോലെ ഉണ്ട്. എൻ്റെ കൂട്ടുകാരെ, വാലാട്ടി നിൽക്കുന്ന കൂട്ടുകാരെ, അവരെ വിശ്വസിക്കാമല്ലോ സാറേ. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ കണ്ണടച്ച് വിശ്വസിക്കുക സാറേ. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഏതെങ്കിലും കൊലയാളി എൻ്റെ പിന്നിൽ വന്ന് നിന്നാൽ പോലും അവർ കടിച്ചു കീറും. അത്രയ്ക്ക് സ്നേഹമുള്ള ആൾക്കാരാണ് അവർ, വാലാട്ടുന്നവർ. അത് കേട്ടതും എന്തൊക്കെയാണോ ഈ പറയുന്നത്? പ്രകാശ, തന്നെ ഞങ്ങൾക്ക് അത്ര വിശ്വാസമായിട്ടില്ല. ഇല്ലായിരുന്നെങ്കിൽ തന്നെ ഈ വീട്ടിൽ കയറ്റി കിടത്ത തന്നെയായിരുന്നു. ഇല്ലെങ്കിൽ മോൻ്റെ വീട്ടിൽ ഇടം തന്നെയായിരുന്നു. അതൊന്നും വേണ്ട സാറേ. ഇത്രയെങ്കിലും പറയാനുള്ള മനസ്സുണ്ടായല്ലോ, നന്ദി. എനിക്കിനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാറേ. ഞാൻ ഏതെങ്കിലും തെരുവിൽ കിടന്നോളാം. പക്ഷേ ഉറങ്ങില്ല ഈ പ്രകാശൻ. ഉറങ്ങിയാലേ നിങ്ങൾക്ക് ആപത്ത് വരുന്നുണ്ടോയെന്ന് ഈ പ്രകാശൻ അറിയില്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും ഉറങ്ങില്ല സാറേ എന്നും പറയുക. അപ്പോഴേക്കും കിരൺ പേഴ്സിൽ നിന്നും കുറച്ച് കാശെടുത്ത് നമ്മുടെ പ്രകാശൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. എന്നാ ഇത് വെച്ചോ. എന്താ സാറേ ഇതൊന്നും എനിക്ക് വേണ്ട. ഇതൊന്നും മേടിക്കില്ല. അന്ന് സാറ് പൈസ തന്നപ്പോൾ ഞാൻ മേടിച്ചില്ല. പിന്നീട് സാറ് പറഞ്ഞു ഇത് വെച്ച് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ആ പൈസ മേടിച്ചു. എന്നിട്ട് ഞാൻ നല്ല കാര്യം ചെയ്തു സാറേ. എൻ്റെ കൂടെ പിച്ചെടുക്കാൻ നിൽക്കുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ ഞാൻ ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുത്തു സാറേ. അങ്ങനെ ഒരു നല്ല കാര്യം ഞാൻ ചെയ്തു. അവർ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട് സാറിനെ. സാറാണ് ആ പൈസ തന്നതെന്ന് ഞാൻ പറയുകയും ചെയ്തു. അതിൻ്റെയൊക്കെ സന്തോഷം അവർക്കുണ്ട് സാറേ. എന്തായാലും സാറ് നിങ്ങളൊക്കെ നന്നായിട്ട് ജീവിക്കണം. പിന്നെ ഒരുത്തൻ ഇറങ്ങുക, കാലൻ്റെ കണ്ണുകൊണ്ടുള്ള ഒരുത്തൻ, കാലൻ്റെ മനസ്സും അവനെ ഇറങ്ങുമ്പോഴത്തേക്കും അവനെ ഞാൻ അനുവദിക്കില്ല. എൻ്റെ മക്കളെ കൊല്ലാൻ അവനെ ഞാൻ അനുവദിക്കില്ല. പ്രതികാരവും കൊണ്ട് നടക്കുക സാറേ. അവനോട് ഞാൻ പറഞ്ഞതാ, ഒന്നും വേണ്ട, എല്ലാം വിട്ടേക്കും. നിങ്ങളൊക്കെ നല്ല മനുഷ്യരാന്ന്. പക്ഷേ മനുഷ്യത്വം തൊട്ട് തീണ്ടിട്ടില്ലാത്ത അവനെ ഞാൻ എന്തിനാ സാറേ സ്നേഹിക്കുന്നേ? അവൻ്റെ കണ്ണുകൾ, ആ കുറുക്കൻ്റെ കണ്ണുകൾ നിങ്ങളുടെ കൂട്ടിലേക്ക് എത്താതിരിക്കാൻ ഞാനുണ്ടാവും കാവൽ. ആ നായ്ക്കൾക്കൊപ്പം ഞാനും കാവലുണ്ടാവും സാറേ. അതുകൊണ്ട് ഇനി ഈ പ്രകാശന് വലിയ ഉറക്കമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്കറിയോ, ഞാൻ കാത്തിരിക്കുക. എൻ്റെ പെൺമക്കള് എന്നെ അച്ഛന്ന് വിളിക്കുന്നത് കേൾക്കാൻ ഞാൻ കാത്തിരിക്കുക സാറേ. എന്നാ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ അവിടെ നിന്നും പോവുകയാണ്. പ്രകാശം പോയി കഴിഞ്ഞതും കിരണും CS-ഉം രൂപയും കൂടെ സംസാരിക്കുക. ഇയാളെ ഇനി ഏതാണ്ട് വിശ്വസിക്കാന്നൊക്കെ തോന്നുന്നു അല്ലേ ചന്ദ്രേട്ട? വിശ്വസിക്കാം, പക്ഷേ അവനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാനായിട്ടില്ല. കാരണം അവൻ ചെയ്യുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണോ? ഇനി അവൻ്റെ മോനിറങ്ങുമ്പോഴത്തേക്കും കല്യാണം എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി അവൻ കളിക്കുകയാണോന്നൊന്നും അറിയില്ലല്ലോ. അതും ശരിയാ. എന്താ ചെയ്യാം? എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങൾ എവിടം വരെയാണ് പോകുന്നതെന്ന്. അതെ അച്ഛാ, എന്തായാലും അവിടെയുള്ളവരൊന്നും സത്യം അറിഞ്ഞിട്ടില്ല. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ശരി മോനെ എന്നും പറയാം. അങ്ങനെ കിരൺ പോയി കഴിഞ്ഞതും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രൂപയോട് CS, എടോ നമ്മൾ തമ്മിൽ ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഒന്നിച്ചത്. നമ്മൾ ഇനിയും ഒരുപാട് നാൾ സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് ദൈവങ്ങളുടെ തീരുമാനം. അതുകൊണ്ട് പ്രകാശൻ ദൈവത്തെ പോലെ ഇന്ന് നമ്മളെ രക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപയും ചേർത്ത് പിടിച്ച് നമ്മുടെ CS അകത്തേക്ക് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ്. അയാൾ ഓട്ടോക്കാരൻ്റെ അടുത്തെത്തി. ഇന്നാടോ വെയിറ്റിംഗ് ചാർജും ഓട്ടോ കൂലിയും ഒക്കെ ഉണ്ട്, എന്നാ താൻ വെച്ചോ എന്നും പറയാം. അതെന്താ സാറേ, അവിടെ ഒരു വഴക്കും ബഹളവും ഒച്ചയൊക്കെ കേട്ടത്? അതുമല്ല, പോലീസ് ജീപ്പ് വരുന്നുണ്ടായിരുന്നല്ലോ. ഒരു ചെന്നായിയെ കൂട്ടിലടച്ചതാടോ. താൻ വണ്ടിയെടുക്ക്. അത് കേട്ടതും ഓട്ടോക്കാരൻ വണ്ടിയെടുത്തു. പ്രകാശനും അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണിയെയും ദീപയുമാണ്. രണ്ടുപേരും ഭയങ്കര ടെൻഷൻ അടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും കോളിംഗ് ബെല്ലടിക്കുകയാണ്. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടതും അവർ രണ്ടുപേരും പേടിച്ചു. ഈ സമയം നമ്മുടെ കിരൺ കല്യാണിയെ ഫോൺ വിളിക്കുക. ഹലോ കല്യാണി. എന്താ കിരണേട്ടാ? ഞാനാ വാതിൽ തുറക്ക്.
ആ ശരി കിരണേട്ടാ. അമ്മേ, കിരണേട്ടനാ വാതിൽ ഉറക്ക്, എന്നാലും ഞാനൊന്ന് നോക്കട്ടെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപ ജനലേ കൂടെ നോക്കുക. ആ മോളെ, ഞാൻ പോയി വാതിൽ ഉറക്കാം എന്നും പറഞ്ഞുകൊണ്ട് ദീപ പോയി വാതിൽ തുറന്നു. അപ്പോഴേക്കും കിരൺ അകത്ത് കയറി. എന്തായി കിരണേട്ടാ? കിരണേട്ടൻ ഇതെവിടെ പോയതാ? ഞാൻ വിളിച്ചിട്ട് ഫോണും എടുത്തില്ലല്ലോ. ഒന്നും പറയണ്ട എൻ്റെ മോളെ. അമ്മ വാതിലടയ്ക്ക്. അപ്പോൾ നമ്മുടെ ദീപ വാതിലടച്ചു. എന്താ മോനെ, എന്താ പ്രശ്നം? നമ്മളെ എല്ലാവരെയും കബളിപ്പിക്കുമായിരുന്നു അവൻ. മെസ്സേജ് വന്നായിരുന്നല്ലോ കല്യാണി നിനക്ക്, ഇന്നത്തെ ദിവസം നീ കൊല്ലപ്പെടുമെന്ന്. അത് നമ്മളെയൊക്കെ വഴിതെറ്റിക്കാനും നമ്മുടെ ശ്രദ്ധ തിരിക്കാനും വേണ്ടി ചെയ്തതാ. എന്താ കിരണേട്ടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പുറത്തുള്ള ബഗാസുരൻ ടാർഗറ്റ് ചെയ്തത് നിന്നെയല്ല, എൻ്റെ അച്ഛനെയും അമ്മയുവാ. അത് കേട്ടതും എന്താ ഈ പറയുന്നേ? അതെ കല്യാണി, അവർ രണ്ടുപേരെയാണ് അവൻ ടാർഗറ്റ് ചെയ്തത്. പക്ഷേ ഇനി ഒരാളെ നമ്മൾക്ക് വിശ്വസിക്കാൻ കല്യാണി. അയാൾ ഇപ്പോൾ നല്ലവനാണെന്ന് എനിക്ക് മനസ്സിലായി. അയാൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അത് കേട്ടതും ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? അത് ബഗാസുരൻ. അവരെല്ലാം അച്ഛനും അമ്മയും നമ്മളൊക്കെ ഇവിടെ ആയിരുന്നല്ലോ. ആ സമയത്ത് ബഗാസുരനോടൊപ്പം ഉണ്ടായിരുന്നു നിൻ്റെ അച്ഛൻ. അങ്ങേര് അവൻ്റെ നീക്കങ്ങളൊക്കെ അറിയാൻ വേണ്ടി ബഗാസുരനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അവസാനം നിന്നെയല്ല അവൻ കുറിയിട്ടിരിക്കുന്നത് എൻ്റെ അച്ഛനെയും അമ്മയാണെന്ന് മനസ്സിലാക്കിയത് പ്രകാശനാണ്. അതിനുശേഷം ബഗാസുരൻ്റെ പിന്നാലെ ഫോളോ ചെയ്തു പോയ പ്രകാശൻ എൻ്റെ വീടിൻ്റെ, അതായത് അച്ഛൻ്റെ അമ്മയുടെയും വീടിൻ്റെ വാതിക്കലെത്തിയതിന് ശേഷം അവിടെ വെച്ച് എന്നെ വിളിച്ചിട്ട് അച്ഛനും അമ്മയും അപകടത്തിലാണെന്ന് പറയുകയും അവരെ രക്ഷിക്കണമെന്ന് എന്നോട് ഇതാക്കുകയും ചെയ്തു. അപ്പോഴേക്കും ഞാനും സംശയത്തോടെ ചെന്നത്. കാരണം രാഹുലിനോടൊപ്പം നിൽക്കുന്ന ആളാണല്ലോ പ്രകാശൻ. അതുകൊണ്ട് തന്നെ ഇതവരുടെ പ്ലാനാണോന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഒരിക്കലും അല്ലായിരുന്നു. പ്രകാശൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നു. ഞാൻ അവർക്ക് മുന്നേ എത്തി അവിടെ കയറി ഒളിച്ചിരുന്നു. അതിനുശേഷം അച്ഛനും അമ്മയും വന്നു. അച്ഛൻ മുറിയിലേക്ക് കയറി ലൈറ്റിട്ടപ്പോൾ അച്ഛൻ്റെ നെഞ്ചിൽ വെടിവെച്ച് വീഴ്ത്താനായിരുന്നു അവൻ്റെ തീരുമാനം. കയ്യിൽ തോക്കും ഉണ്ടായിരുന്നു. അച്ഛനെ കൊന്നതിന് ശേഷം അമ്മയെയും കൊല്ലാൻ അവൻ തീരുമാനിച്ചിരുന്നു. അവർ രണ്ടുപേരും മരിച്ചതിന് ശേഷമാണ് നമ്മളെ അവൻ ടാർഗറ്റ് ചെയ്തത്. എന്നാൽ വിധിയെ മാറ്റിമറിച്ചത് നിൻ്റെ അച്ഛനാ കല്യാണി. നിൻ്റെ അച്ഛൻ എന്തൊക്കെ കിരണേട്ട ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സത്യ കല്യാണി, അദ്ദേഹം അങ്ങനെ വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്നെൻ്റെ അച്ഛനും അമ്മയും വെള്ള പുതച്ച് കിടക്കുന്നത് നമുക്ക് കാണേണ്ടി വന്നാനെ. ഈശ്വര, എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നേ? അതെ കല്യാണി, എന്തായാലും പ്രകാശനെ ഇനി സംശയിക്കണ്ട. പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് അയാളെ വിശ്വസിക്കാൻ വേണ്ട. അയാളുടെ മകൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതും ശരിയാണ്. അങ്ങനെ ഒരു സംശയവും എനിക്കില്ലാതില്ല. പക്ഷേ ഇപ്പോൾ പ്രകാശനെ നമ്മൾ സ്നേഹിക്കുകയെന്നും വേണ്ട, വെറുക്കുകയും വേണ്ട. അയാളെ കാണുമ്പോൾ കുത്തുവാക്കുകൾ പറയാതെ സ്നേഹത്തോടെ വാക്കുകൾ സംസാരിച്ച് അങ്ങ് മാറ്റി നിർത്തിയാൽ മതി. നിന്റെ മുത്തശ്ശിയെ പോലെ തന്നെയാണ് അയാളും പറഞ്ഞത്. നമ്മുടെ വീട്ടിലേക്കൊന്നും വരില്ല എന്നും, പക്ഷേ ഇവിടെ വന്നൊന്നും നമ്മളെ ഒന്നും ബുദ്ധിമുട്ടിക്കില്ല എന്നും, എന്നാൽ നമ്മൾക്കൊരാപത്ത് വരാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ എനിക്കെന്തോ ഒരുപാട് അയാളോടൊരു ഇഷ്ടം തോന്നി എന്നൊക്കെ പറയാം. ഇതൊക്കെ സത്യമായിരിക്കും കിരണേട്ടാ? സത്യമായിരിക്കും കല്യാണി. എന്തായാലും അപ്പുറത്തുള്ളവൾ ഇതൊക്കെ അറിഞ്ഞ് ചെയ്യുന്നത് തന്നെയായിരിക്കും. അപ്പുറത്തെ വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുക. ഞാൻ വന്നപ്പോൾ അത് ശ്രദ്ധിച്ചായിരുന്നു. അത് കേട്ടതും നമ്മുടെ ദീപ, ഇനി അവരായിരിക്കും ഇത് ചെയ്തത്? എന്താ അമ്മ സംശയം? അവർ തന്നെയാണ് ചെയ്തത്. നമ്മൾ ഇവിടെ നിൽക്കുന്നതും അച്ഛനും അമ്മ ഇവിടെ നിന്ന് പോയതും ഒക്കെ അവൾ വിളിച്ച് പറഞ്ഞു കാണും. അങ്ങനെയായിരിക്കും അയാൾ ആ വീടിൻ്റെ ഉള്ളിൽ പതുങ്ങിയിരുന്നത്. എല്ലാം അറിയാൻ വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അവൾ. പക്ഷേ അവളൊന്നും അറിഞ്ഞിട്ടില്ല. എന്തായാലും നാളെ ആവട്ടെ, അവളോട് പോയി എല്ലാം പറയണം. അവനിപ്പോൾ ലോക്കപ്പിൽ കിടക്കുന്നത് വരെയും പോയി പറയണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ അകത്തേക്ക് പോവുക. ഈ സമയം ദീപ, എന്നാലും മോളെ എന്തൊരു ദുഷ്ടനായാൾ. സ്വന്തം പെങ്ങളിയല്ലേ കൊല്ലാൻ നോക്കിയത്? അപ്പോൾ വിക്രത്തിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയമ്മേ. അയാൾ പണത്തിന് വേണ്ടി ചെയ്യുന്നു, എന്നാൽ വിക്രം അവൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര രക്തബന്ധമാണെങ്കിലും എല്ലാം നമുക്കെതിരെ ആകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ്. രാഹുൽ ജയിലിൽ ഇങ്ങനെ കിടക്കുക. അപ്പോഴേക്കും എസ്ഐ കൊണ്ടുവന്നു. മീശയും തുറിച്ചു നോക്കി രാഹുലിനെ. എന്നും പറഞ്ഞൊരു വിളി. രാഹുൽ അവിടെ നിന്നും എഴുന്നേറ്റ് വന്നു. നിന്റെ ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് ചിരി വരുക. കഷ്ടം ഉണ്ടടാ, കയ്യിൽ കാശില്ല. ആവശ്യത്തിനൊക്കെ ഉണ്ടായിരുന്നല്ലോ. സ്വന്തം പെങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ അവരുടെ ജീവിതം തകർത്ത് അവരോടൊപ്പം നിന്ന് നീ സന്തോഷമായിട്ട് ജീവിച്ചതല്ലേ? എന്നിട്ട് പിന്നെ എന്തിനാടാ ഇങ്ങനെയുള്ള പണിക്ക് നിന്നേ? നല്ല രീതിയിൽ നിന്നിരുന്നെങ്കിൽ നിൻ്റെ പെങ്ങൾ തന്നെ നിനക്കെല്ലാം തന്നായിരുന്നു. പക്ഷെ നീയായിട്ട് എല്ലാം കളഞ്ഞു കുളിച്ചു. നിന്നെ തല്ലി ചതയ്ക്കാൻ എൻ്റെ കൈ ചൊറിയുക.
പക്ഷെ എന്ത് ചെയ്യാനാ, നിന്റെ തലയ്ക്ക് എന്തായാലും അത്യാവശ്യം അടി കിട്ടിയിട്ടുണ്ട്. അതിന്ന് കുറേ ചോരയൊലിച്ചു പോയി. അതുകൊണ്ടാണ് ഞങ്ങളൊന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചത്. പക്ഷേ ഓരോ ഓർഡർ അത് കിട്ടിയാൽ നിന്നെ ഈ ലോക്കപ്പിലിട്ട് അടിച്ച് തകർത്ത് കൊല്ലാൻ എനിക്ക് പറ്റൂടാ. പിന്നെ അത് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്നറിയാമോ? നീ ഇനി പുറം ലോകം കാണാതെ നരകിക്കണം. അതിനു വേണ്ടിയാ ചന്ദ്രസേനൻ സാറിനെ പോലുള്ള ഒരാളെ കൊല്ലാൻ നോക്കിയതിനെ നിന്നെ ഇനി ഈ ജന്മം പുറം ലോകം കാണിക്കില്ല. ജീവപര്യന്തം മേടിച്ചു തരും നിനക്ക്. മനസ്സിലായോടാ? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് സന്തോഷമായിട്ട് ജീവിക്കായിരുന്നു. നിന്റെ എല്ലാ സമാധാനവും നഷ്ടപ്പെടും. ഇനി നിനക്ക് ഒരു സന്തോഷവും ഉണ്ടാവില്ല. മറ്റുള്ളവരെ കൊല്ലാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ സ്വന്തം ജീവിതം എന്ത് ചെയ്യുമെന്നൊന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കണം. എന്നാലേ മനസ്സിലായോടാ മാറി എന്നും പറഞ്ഞുകൊണ്ട് SI തിരിയുമ്പോഴേക്കും രാഹുൽ, സാറേ എന്താടാ? സാറേ എനിക്കെൻ്റെ മോളെ ഒന്ന് കാണണം. ഞാൻ ജയിലിലാന്ന് അവളെ ഒന്ന് അറിയിക്കണം. എന്നിട്ട് എന്തിനാ നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിനക്ക് വേണ്ടി വാദിക്കാൻ ഒരു വക്കീലിനെ വയ്ക്കാനോ? എന്നിട്ട് നീ ആ വക്കീലിൻ്റെ വാദം കഴിഞ്ഞ് അങ്ങ് രക്ഷപ്പെട്ടു പോകാനോ? ഇല്ലടാ, നിൻ്റെ മോളല്ല, ഈ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് പറഞ്ഞാൽ പോലും ഇനി നിന്നെ പുറലോകം ഞങ്ങൾ കാണിക്കില്ല. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കേസ് തന്നെയാണ് നിൻ്റെ തലയെ ചുമത്തിയിരിക്കുന്നത്. കൊലപാതക ശ്രമത്തിനുള്ള ഏതാണ്ട് ശിക്ഷയൊക്കെ നിനക്ക് കിട്ടും. ജീവപര്യന്തം തന്നെ കിട്ടും. ഒരു കൊലയാളി മനസ്സുള്ള നിന്നെ ഒരിക്കലും പുറത്തിറങ്ങാൻ കോടതി അനുവദിക്കില്ല. അതുകൊണ്ട് നീയേ സന്തോഷിക്കിട്ടോ. ഇനി അങ്ങോട്ട് കുറേ ഗോതമ്പുണ്ട തിന്നാം അന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാരൻ അങ്ങ് പോവുക. ഈ സമയം ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ രാഹുൽ അവിടെ ഇങ്ങനെ ഇരിക്കണം. ഈശ്വര, എങ്ങനെയെങ്കിലും മോളെ ഇത് അറിയിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ്. കിരൺ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുക. കോളിംഗ് ബെല്ലടിച്ചു. അപ്പോൾ സരയും ശാരിയും അങ്ങോട്ട് നോക്കിയപ്പോൾ ഇവനെന്തിനാ മോളെ ഇങ്ങോട്ട് വരുന്നേ? എനിക്കറിയില്ലമ്മേ എന്നും പറഞ്ഞുകൊണ്ട് സരയും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും കിരൺ അങ്ങോട്ട് ചെന്നു. അങ്ങോട്ട് ചെന്നതും രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? അല്ല, എന്താണ്, ഒന്നും അറിഞ്ഞില്ലേ? അത് കേട്ടതും രണ്ടുപേരും അന്തം വിട്ട് നോക്കുക. ഇവൻ എന്താ ഈ പറയണമെന്ന് ആലോചിച്ചുകൊണ്ട് നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന്. അതുകൊണ്ട് ഞാൻ കാര്യം പറയാം. അതെ, നിന്റെ അച്ഛനുണ്ടല്ലോ ബഗാസുരൻ, അവനിപ്പോൾ ജയിലില്ല. കുറച്ച് കഴിയുമ്പോൾ അവനെ കോടതി കയറ്റും. അത് കഴിഞ്ഞ് പിന്നെ എന്നേക്കുമായി പുറം ലോകം കാണാൻ പറ്റാത്ത വിധം അവനെ അടയ്ക്കും. അത് കേട്ടതും സരയു, എന്തിനാ എൻ്റെ അച്ഛനെ ജയിലിലാക്കിയത്? ഇന്നലെ രാത്രിയെ നിന്റെ അച്ഛനൊരു സാഹസം കാണിച്ചു. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വീടും ആ പരിസരവും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണല്ലോ നിന്റെ അച്ഛൻ. അതുകൊണ്ട് പിന്നാമ്പുറത്തെ വാതിലിൽ പൂട്ടടച്ച് നിൻ്റെ അച്ഛൻ അകത്ത് കയറി എൻ്റെ അച്ഛൻ്റെ മുറിയിൽ ഒളിച്ചിരുന്നു. എൻ്റെ അച്ഛനെ കൊല്ലുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷെ ഞാൻ വിടുവോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോഴേ എൻ്റെ അച്ഛനൊരു പോറൽ പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല സരയു. അതുകൊണ്ടേ എൻ്റെ അച്ഛനെ ഞാൻ അതിസാഹസികമായി രക്ഷിച്ചു. എന്താ ചെയ്തെന്ന് കേൾക്കണ്ടേ? വെടിവെക്കാൻ നിന്ന നിൻ്റെ അച്ഛനെ ഇടിച്ച് തെറിപ്പിച്ചങ്ങോട്ട് ഇട്ടു. ആ ഇടിയിൽ നിൻ്റെ അച്ഛൻ്റെ തല മതലിൽ പോയി ഇടിച്ചു. അതിനുശേഷം തല പൊട്ടി കുറേ ചോര ഒഴുകി. അത് വലിച്ചു കെട്ടി മുറുക്കി എന്നെ ഒരു കൊലപാതകിയായിട്ടോ ജയിൽ പുള്ളിയായിട്ടോ കാണാൻ ആഗ്രഹമില്ലാത്ത എൻ്റെ അച്ഛനും അമ്മയും നിൻ്റെ അച്ഛനെ ജയിലിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു. ഇനിയിപ്പോൾ അവിടെ അവന് റെസ്റ്റൊന്നും ഉണ്ടാവില്ല. ഇഷ്ടം പോലെ ചവിട്ടും തൊഴിയും ചതയ്ക്കലും ഒക്കെ അവർ നോക്കിക്കോളും. എല്ലാം കൃത്യമായിട്ട് വേണമെന്ന് SIയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരത് കൃത്യമായിട്ട് ചെയ്തോളും. എലി, എല്ലാം നീ അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി. അതുകൊണ്ട് തന്നെയാണ് നിൻ്റെ അച്ഛനെ ഇനി പുറം ലോകം കാണിക്കരുതെന്ന് ഞങ്ങൾ ചിന്തിച്ചിരിക്കുന്നത്. അത് കേട്ടത് എനിക്കൊന്നും അറിയില്ല. ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? എന്നാ നീ കേട്ടോ, നിൻ്റെ അച്ഛനെ ഇനി ഞങ്ങൾ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല. അവൻ ജീവിതകാലം മുഴുവനും ജയിലിൽ തന്നെ കിടക്കും. പുറം ലോകം കാണാതെ അവൻ നരകിക്കും. നിനക്കും നിൻ്റെ അമ്മയ്ക്ക് പോലും അവനെ കാണാൻ കഴിയില്ല. നിങ്ങൾക്കൊക്കെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഈ സത്യം ഞാൻ പറയാം. ഇനി നിൻ്റെ അച്ഛൻ ഒരു കാലത്തും ഇനി പുറത്തിറങ്ങില്ല. അവനിനി ഒരാളെയും കൊല്ലാൻ പുറത്ത് വരത്തുമില്ല. മനസ്സിലായോടി? ഈ കിരൺ ജീവിച്ചിരിക്കുമ്പോൾ അതിനെ അനുവദിക്കില്ല. എല്ലാവരെയും കൊന്ന് സന്തോഷിപ്പിക്കാൻ നിന്നെ എന്ന് കരുതിയത് അയാൾ. ഇനി നീ സന്തോഷിക്കടി. ജയിലിൽ കിടന്ന് നരയിക്കുന്ന നിൻ്റെ അച്ഛനെ കണ്ട് നീ സന്തോഷിക്കേ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ പോവുക. ഈ സമയം നമ്മുടെ ശാരി, എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ മോളെ. അങ്ങേരെന്തിനാ അത് ചെയ്തത്? എനിക്കെന്തായാലും എൻ്റെ അച്ഛനെ ഒന്ന് കാണണം. എന്തിന്? രൂപയും കല്യാണിയും കിരണൊക്കെ ഉള്ളൂ അദ്ദേഹത്തെ ഇറക്കാൻ. അങ്ങനെയുള്ളപ്പോൾ
മോള് ചെന്ന് അയാളെ കണ്ട് വെറുതെ കല്യാണിയും കിരണിനെ ഒന്നും ചൊടിപ്പിക്കണ്ട. എൻ്റെ അച്ഛനെ കാണാൻ എനിക്ക് അധികാരമില്ലേ? കുഞ്ഞുനാളിൽ ഞാൻ എന്തെങ്കിലും വേണമെന്നും പറഞ്ഞ് വാശി പിടിച്ച എന്ത് വില കൊടുത്ത് നേടിത്തരുന്ന ആളാണ് എൻ്റെ അച്ഛൻ. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് അയാളുമായിട്ട് പിണങ്ങായിരിക്കാം. പക്ഷേ ഞാൻ അങ്ങനെയല്ല. എനിക്ക് നിങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ല. എന്ന് എൻ്റെ അച്ഛനുമായിട്ടുള്ളത് രക്തബന്ധമാണ്. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ അച്ഛനെ കാണുക എന്നുള്ളത് എൻ്റെ കടമയാണ്. ഞാനത് ചെയ്തിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് സരയു പോവുകയാണ്. അത് കേട്ടതും ഷാരി ഞെട്ടലോടുകൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.